ഹലോ എന്റെ പേര് സിൽസ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാറ്റ് മല്ലു നെക്സ്റ്റ് ഡോർ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ വെയിറ്റ് ലോസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ നേരിടുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്, അതിനെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാം. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട മൊത്തമായിട്ടും കാണുക കേട്ടോ. നമ്മൾ എല്ലാവരും ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ അതിപ്പോ ഒരു വെയിറ്റ് ലോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ആയാലും, ഫുൾ ബോഡിക്ക് നമ്മൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് പോയാലും കുറേ നമ്മളിങ്ങനെ ആ ഒരു മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്യും, കുറേ ചാലഞ്ചസ് നമ്മൾ നേരിടും. അതിനെയൊക്കെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടും ഓവർകം ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ ഒരു ശരിക്കുള്ള ഗോളിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ശരിക്കും ഫസ്റ്റ് നമ്മൾ ഇതൊക്കെ തുടങ്ങുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഒരു ഡ്രീം എന്ന് പറയുക? പെട്ടെന്ന് വെയിറ്റ് ലോസ് അച്ചീവ് ചെയ്യുക, പെട്ടെന്ന് നമ്മുടെ സ്കിൻ ട്രാൻസ്ഫോം ചെയ്ത് നല്ല ക്ലിയർ സ്കിൻ ആവുക, ഗ്ലാസ് സ്കിൻ വരിക, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഖ്യ പെട്ടെന്ന് വെയിൻ സ്കെയിലിൽ നമുക്ക് കാണാൻ പറ്റുക, അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഒരുപാട് എനർജി കിട്ടുക, ടോൺഡ് ബോഡി ആവുക. നമുക്ക് പെട്ടെന്ന് എന്താ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹെവി വെയിറ്റ് ഒക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വെയിറ്റ് എല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക. അങ്ങനെ അതുപോലെ തന്നെ എന്താണ് പെട്ടെന്ന് നമുക്ക് വളരെ നല്ലതായിട്ട് ഉള്ള ഒരു റൊട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക. അങ്ങനെയൊക്കെ ഒരുപാട് ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമല്ലേ. പക്ഷേ ഇങ്ങനെ ബോഡിയിൽ പെട്ടെന്ന് വെയിറ്റ് ലോസ് കൊണ്ടുവരാനും സ്കിന്ന് പെട്ടെന്ന് ക്ലിയർ ആവാനും അതുപോലെ ഒത്തിരി എനർജിയിൽ വേരിയേഷൻസ് നമുക്ക് എനർജി ഇൻക്രീസ് ചെയ്ത് നല്ല ബൂസ്റ്റപ്പ് ആക്കാനും ഒക്കെ സാധിക്കൂ. ഇതൊരു ശരിക്കും അസാധ്യമായിട്ടുള്ള കാര്യമല്ല, അത് നമുക്ക് സാധിക്കും. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതെന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ട്രാൻസ്ഫോർമേഷൻ ഒരുങ്ങുമ്പോൾ നമ്മൾ സമൂഹത്തിൽ നിന്ന് കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. വളരെ മെലിഞ്ഞിരുന്ന ഒരാളാണ് ഞാൻ. ആ വളരെ മെലിഞ്ഞിരുന്നതിൽ നിന്ന് ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ തടിക്കാൻ തുടങ്ങി. ആ സമയത്ത് എല്ലാവരും പറഞ്ഞു, അയ്യോ ഇതാണ് നിനക്ക് നന്നായിട്ട് ചേരുന്നത്, നിന്റെ മുഖത്തിന് ഇപ്പം കുറച്ച് കളറൊക്കെ വെച്ചു, അതുപോലെ തന്നെ ഇപ്പം കാണാൻ കുറച്ച് മെനക്കായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ, അന്ന് എനിക്ക് ഓക്കെ ആയിരുന്നു വെയിറ്റ്. പക്ഷെ പിന്നെയും ഞാൻ ശരിക്കും BMI കുറച്ചും കൂടി ഓവറായി. എൻ്റെ BMIയുടെ റേഞ്ചിൽ നിന്ന് ഞാൻ 25 എന്നുള്ളത് 27 വരെയൊക്കെ എത്തിയായിരുന്നു. ഡെലിവറി കഴിഞ്ഞപ്പോൾ അതാണ് ഒന്നും കൂടി ഞാൻ കൂടുമായിരുന്നു വെയിറ്റ്. അപ്പൊ എൻ്റെ ബോഡിയിൽ അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വരാൻ തുടങ്ങിയത് എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് അങ്ങനെ ഒരു മാറ്റം വേണം എന്നുള്ളൊരു ദൃഢനിശ്ചയം എനിക്കുണ്ടായി. പക്ഷെ എൻ്റെ ചുറ്റുമുള്ളവർ പറഞ്ഞു, നിനക്ക് അതിന് അത്രയ്ക്കും വെയിറ്റ് ഒന്നും ഇല്ലല്ലോ, കുഞ്ഞിനെ ഫീഡ് ചെയ്യേണ്ടതല്ലേ, കുഞ്ഞ് ചെറുതല്ലേ, അപ്പൊ നിനക്ക് അതിൻ്റെ ഉള്ള ആരോഗ്യം വേണം, അതുകൊണ്ട് നീ ഇങ്ങനെ വെയിറ്റ് ഒന്നും കുറയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഇപ്പോഴാണെങ്കിൽ പോലും ഞാനിപ്പോൾ അറിയാലോ, ഈ അടുത്തിടയ്ക്ക് ഞാനൊരു 6 വീക്സ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചലഞ്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ എന്റെ വെയിറ്റ് 56 kg ആണ്. അപ്പൊ എല്ലാരും പറയുന്നുണ്ട്, ഇനി എവിടെ വെയിറ്റ് കുറയ്ക്കാനാ, ഇനി നിനക്ക് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ, വല്ല അസുഖവും പിടിക്കും എന്നൊക്കെ പറയും. പക്ഷെ ചുറ്റും കാണുന്നവർക്ക് ഇങ്ങനെ പലതും പറയാം. അല്ലെങ്കിൽ ചിലരൊക്കെ പറയുന്നുണ്ടാവും, നമുക്ക് ആകെ ഒരു ജീവിതം അല്ലേ ഉള്ളൂ, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കണ്ട ഈ സാലഡും അതും ഇതൊക്കെ കഴിച്ച് ഇങ്ങനെ ഫുഡൊന്നും മര്യാദയ്ക്ക് കഴിക്കാതിരുന്ന ഇതൊക്കെ എപ്പോൾ കഴിക്കാനാ, ഇതൊക്കെ കഴിക്കാനല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പല തരത്തിലുള്ള കമന്റ്സ് നമ്മൾ കേൾക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പൊ നിങ്ങൾ ഒരു വെയിറ്റ് ലോസ് ജേണിയിലാണെങ്കിലും നിങ്ങളുടെ ലൈഫ് ഹെൽത്തി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒന്ന് സ്കിപ്പ് ചെയ്യണമെന്നൊന്നും ഇല്ല. പക്ഷേ അവിടെ നിങ്ങളൊരു പോർഷൻ കൺട്രോൾ അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതിലൂടെയാണ് നമുക്ക് എല്ലാം നേരെ കൊണ്ടുപോകാൻ പറ്റുകയല്ലേ. അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ഒരുപാട് റെസ്ട്രിക്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു വരും അല്ലേ. ഇപ്പൊ നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ കാലറി ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് എമൗണ്ട് അല്ലേ. ഇപ്പോൾ ഒരു 500 കാലറീസ് ഒക്കെ മാത്രമാണ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഡെയിലി വേണ്ടതിൽ നിന്ന് ഒരു 500 കാലറീസ് മാത്രം. പക്ഷെ പലരും എന്താ ഒരു മീല് സ്കിപ്പ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിലും ഒത്തിരി ലോ കാലറി ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ അത് ഒരു നേരമൊക്കെ നമുക്കത് പിടിച്ചിരിക്കാൻ പറ്റും. പക്ഷെ നെക്സ്റ്റ് ടൈം ആകുമ്പോഴത്തേക്കും ഇരട്ടിയായിട്ട് വിശപ്പ് വരികയും നമ്മൾ ഒരുപാട് ഓവർ ഈറ്റിംഗ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ശരിക്കും ഓപ്പോസിറ്റ് എഫക്റ്റ് വരും. ഇതൊന്നും നടക്കണ കാര്യമല്ല എന്നൊക്കെ ആൾക്കാർ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യും. പക്ഷെ ഇതൊക്കെയും സാധിക്കുന്ന കാര്യമാണ് നമ്മുടെ ലൈഫിൽ. ശരിക്കും ഇപ്പൊ എനിക്കത് പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ എല്ലാവർക്കും പറ്റുന്നതാണ്. കാരണം ഒരു സാധാരണക്കാരിയായിട്ടുള്ള എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും. കാരണം ഇതിനൊക്കെ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ സമയം മാത്രമേ എൻ്റെ ലൈഫിൽ എനിക്കുള്ളൂ. ഞാൻ ഒരുപാട് സമയം കൂടുതലായിട്ടും ഒരു വർക്കഹോളിക് ആയിട്ടുള്ള ആളാണ്. മിക്കപ്പോഴും ഞാൻ ജോലിയിലായിരിക്കും. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ എനിക്ക് വീട്ടിലെ കാര്യങ്ങളും ഇത് ഒക്കെ നോക്കുന്നുണ്ട് ഞാൻ. ഇതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഇതൊക്കെ സാധിക്കും. അപ്പോൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്?
ശരിക്കും നമ്മുടെ വെയിൻ സ്കെയിലിലെ നമ്പേഴ്സ് കുറയുന്നതാണോ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്? അല്ലല്ലേ. നിങ്ങൾക്ക് ഇങ്ങനെ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഹെൽത്തി ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ട് രീതിയിലാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാവുക. ഒന്ന്, ഫിസിക്കലി നമുക്ക് കുറെ ചേഞ്ചസ് ഉണ്ടാവും. രണ്ടാമത്, മെന്റലി കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും. പക്ഷേ എപ്പോഴും ഫിസിക്കൽ ചേഞ്ചസ് വരുന്നതിന് മുന്നേ നമുക്ക് ഉണ്ടാവുന്നത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. അതെന്തൊക്കെയാണ്? ഇപ്പൊ നിങ്ങളൊരു ഹെൽത്തി ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് റെഡിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാലഞ്ചസ് നേരിടുന്നതിന് മുന്നേ തന്നെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക, നിങ്ങൾക്ക് ഉണ്ടാവുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. മറ്റുള്ളവർ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കണ്ടു തുടങ്ങുന്നതെന്ന് ശ്രദ്ധിക്കുക. മെയിൻ ആയിട്ടും ഇത് രണ്ട് തരത്തിലാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഒന്ന്, സൈക്കോളജിക്കലായിട്ട് ഉണ്ടാവുന്ന മാറ്റങ്ങൾ. രണ്ട്, ഫിസിക്കലി നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ. അപ്പൊ സൈക്കോളജിക്കലി എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക? ശരിക്കും ഫിസിക്കലി നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് കണ്ടു തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങളിപ്പോൾ മോട്ടിവേറ്റ് ആയി നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് എൻറോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരുപാട് മെന്റലി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയും അത് അങ്ങനെ വഴി ഉണ്ടാവുന്ന കുറെ പോസിറ്റീവ് ചേഞ്ചസ് ആയിരിക്കും ആദ്യം നോട്ട് ചെയ്യുക എന്നുള്ളത്. അതിൽ ഏറ്റവും ആദ്യം എന്താണ്? നിങ്ങൾക്കൊരു റുട്ടീൻ ഉണ്ടാവും അവിടെ. നിങ്ങൾ കഴിക്കാനുള്ള ഫുഡ് നേരത്തെ പ്ലാൻ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഫുഡിലൊക്കെ ഒരുപാട് പ്രോട്ടീൻ ആഡ് ചെയ്യുന്നത് കാരണം നിങ്ങളുടെ മുടിക്കും സ്കിന്നിനും നെയിൽസിനും ഒക്കെ അതിൻ്റെതായ ചേഞ്ച് വരും. അപ്പൊ നിങ്ങൾക്ക് തോന്നും, ഓക്കെ, എൻ്റെ മുടി കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്, ഇനി അതിനൊന്ന് നമുക്ക് നന്നായിട്ട് ഗ്രൂം ചെയ്തെടുത്താലോ, അങ്ങനെ നിങ്ങൾ വിചാരിക്കും. ഇനി അത് കൂടാതെ തന്നെ സ്കിന്നിന് കുറച്ച് നല്ല വ്യത്യാസം വരാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, സ്കിന്നിന് നമുക്ക് കുറച്ചുകൂടി നല്ലതായിട്ടൊന്ന് കെയർ ചെയ്താലോ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സ്കിൻ കെയറിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ തുടങ്ങും. അങ്ങനെ മൊത്തത്തിൽ ജീവിതം നന്നായിട്ട് ഒരു ഡിസിപ്ലിൻഡും കൺട്രോൾഡും നന്നായിട്ട് ഒരു ഓവറോൾ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ഒരു കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പോലെ നല്ലൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതാണ് ഏറ്റവും ആദ്യം നമുക്ക് ഉണ്ടാവുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ആണ്. രണ്ടാമത്തേത് ഫിസിക്കലി ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. ഫിസിക്കലി നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ച് ആണ് ഉണ്ടാവുക? നിങ്ങളുടെ ബോഡി കുറച്ച് ടോൺഡ് ആവാൻ തുടങ്ങും. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഹെയറിനും ഫേസിനും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. അതുപോലെ ഓവറോൾ ഹെൽത്തിൽ നമ്മുടെ പല രോഗങ്ങളും ലൈഫ് സ്റ്റൈൽ ഓറിയന്റഡ് ആയിട്ട് വരുന്നതാണല്ലേ. അങ്ങനെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയ ബ്ലഡ് പ്രഷർ, അതുപോലെ കൊളസ്ട്രോള്, PCOS അതൊക്കെ കുറയാൻ തുടങ്ങും. വർക്കൗട്ടൊക്കെ ചെയ്യുന്നത് കാരണം, ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് കാരണവും നമുക്ക് ഓവറോൾ ഭയങ്കര എനർജി ഫീൽ ചെയ്യും. നന്നായിട്ട് ഒരു പോസിറ്റീവ് ഫീലിംഗ് എപ്പോഴും നമുക്ക് ഉണ്ടാവും. കോൺസ്റ്റന്റ്ലി നമ്മൾ മോട്ടിവേറ്റ് ആയിരിക്കും ത്രൂ ഔട്ട്. പിന്നെ ഈ ഒരു ജേർണിയിൽ നമ്മൾ നന്നായിട്ട് ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. അത് കാരണം നമുക്ക് സ്കിന്നിലൊക്കെ ഉണ്ടാവുന്ന ഡിസീസ് എല്ലാം കുറയുകയും സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. അതിന്റെ ഒരു റിസൾട്ട് ഫേസിലും ഉണ്ടാവും. പിന്നെ പൊണ്ണത്തടി ഉണ്ടായിരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇപ്പൊ പലതരം ഫിസിക്കൽ ആക്ടിവിറ്റീസിനും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഇപ്പൊ ഉറങ്ങുമ്പോൾ കൂർക്കം വലിക്കുക, അതുപോലെ അവർക്ക് മര്യാദയ്ക്ക് ഒന്ന് കുനിഞ്ഞൊരു സാധനം എടുക്കാൻ പറ്റാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെയിറ്റ് ഒന്ന് കുറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, എനിക്കിപ്പോൾ ഇതൊക്കെ പറ്റുന്നുണ്ടല്ലോ എന്ന്. അങ്ങനത്തെ ഒരു ഭയങ്കര സെൽഫ് എസ്റ്റീം നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ ഒന്ന് ഹോർമോണൽ ചേഞ്ചസ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ PCOS ഒക്കെ മാറുക, അതുപോലെ ഇൻഫെർട്ടിലിറ്റി ഉണ്ടായിരുന്നവർക്ക് ഹോർമോൺസ് ഒക്കെ റെഗുലേറ്റ് ആയി വരുമ്പോൾ പ്രഗ്നൻസിയുടെ ചാൻസ് കൂടുക, സെക്ഷൽ ഫങ്ഷൻസ് ഇംപ്രൂവ് ആവുക, അതുപോലെ നല്ലതായിട്ട് ആക്നീസ് കുറയുക. ഇപ്പം പലർക്കും ഹോർമോൺ റിലേറ്റഡ് അല്ലെങ്കിൽ ഓയിലി സ്കിൻ ആയിട്ടുള്ള ആക്നീസ് ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ ഹോർമോൺ റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് റെഗുലേറ്റ് ആയി വരുമ്പോൾ അതിൽ നന്നായിട്ട് കാര്യമായിട്ടുള്ള വ്യത്യാസം വരികയും സ്കിൻ ഇംപ്രൂവ് ആവുകയും ചെയ്യും. സ്കിൻ ട്രാൻസ്ഫോർമേഷന്റെ കാര്യത്തിലാണെങ്കിൽ ഇനി എന്തൊക്കെയാ വരിക? സ്കിൻ നന്നായിട്ട് ഈവൻ ആവും, ക്ലിയർ ആവും. അങ്ങനെ ഈവൻ ആവുമ്പോൾ തന്നെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആയതായി നമുക്ക് തോന്നും. ശരിക്കും സ്കിന്നിന്റെ ഷെയ്ഡ് അല്ലെങ്കിൽ ഇങ്ങനെ കൂടി ഒന്ന് കുറഞ്ഞു വരികയല്ല ചെയ്യുക അവിടെ. ശരിക്കും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഈവൻ ആവുമ്പോൾ ആ ഈവൻ ആയ സ്കിൻ ബ്രൈറ്റ് ആയി എന്ന് നമുക്ക് തോന്നുന്നതാണ്. ഇപ്പൊ നിങ്ങൾ സ്കിന്നിൽ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് തന്നെ ചെയ്താലും ഒരു മാക്സിമം 2 ടോൺ വല്ലതും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരിക്കും. അതിനപ്പുറത്തൊന്നും ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടൊന്നും. എന്നാൽ തന്നെയും ഇങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് നമ്മളിൽ നല്ല വിശ്വാസം ഉണ്ടാവുമല്ലേ, നമുക്ക് ഇതൊക്കെ സാധിക്കും. ഇപ്പൊ കണ്ടില്ലേ, എനിക്ക് കുറെ ചേഞ്ചസ് ഉണ്ടായി. പക്ഷെ നിങ്ങൾ പുറത്തുനിന്ന് ബാക്കിയുള്ളവർ പറയുന്നതിന് ഒന്നും ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മാറ്റം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക, നിങ്ങളുടെ വിജയം അച്ചീവ് ചെയ്യുന്നത് വരെയും. അപ്പൊ നിങ്ങൾ ഇതെല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ഒരു ജേർണിയിൽ കറക്റ്റ് നിങ്ങൾ ആ ഒരു ട്രാക്കിലോട്ട് വരുമ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങും, നീ ഇത് എങ്ങനെയാ ചെയ്തത്, നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടല്ലോ എന്നൊക്കെ പോസിറ്റീവ് രീതിയിലുള്ള കമന്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. അപ്പൊ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പോസിറ്റീവായിട്ടുണ്ടാവുന്ന ചേഞ്ചസ്. ഇനി നെഗറ്റീവായിട്ട് വരുന്നത് അല്ലെങ്കിൽ ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഇപ്പോഴും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഒരു രാത്രി വെളുക്കുമ്പോൾ ഉണ്ടാവുന്ന മാറ്റമല്ല. അതിന് അതിൻ്റെതായ ടൈം എടുക്കും. ഓരോരുത്തരുടെ ബോഡിയും വ്യത്യാസമാണല്ലേ. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന മെറ്റബോളിസത്തിന്റെ റേറ്റും നിങ്ങളുടെ കൺസിസ്റ്റൻസിയും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ എല്ലാം ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് അത് അതിന്റെ ടൈം എടുത്ത് മാത്രമേ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
എന്നാൽ നിങ്ങൾ അവിടെ എത്തും, അത് ഉറപ്പാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന് അതിൻ്റെതായ ടൈം എടുക്കും. നിങ്ങൾ മോട്ടിവേറ്റഡ് ആയി തന്നെ ഇരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ നമ്പർ 1 എന്ന് പറയുന്നത് ഫുഡ് ഹാബിറ്റ്സ് ആണ്. ഫുഡ് ഹാബിറ്റ്സിനകത്ത് നിങ്ങളിപ്പോൾ വെയിറ്റ് ലോസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡെല്ലാം സ്കിപ്പ് ചെയ്യുവാണ്, അല്ലെങ്കിൽ വളരെ കുറച്ച ഫുഡ് മാത്രം കഴിക്കുകയാണ്, കാലറി കുറഞ്ഞത് മാത്രം നോക്കി വാങ്ങി നിങ്ങൾ കഴിക്കുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് പ്രോട്ടീൻ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് കാപ്സ് കഴിക്കാതിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഒരുപാട് ചേഞ്ച് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ അതുമായിട്ട് അങ്ങ് മടുപ്പ് തോന്നുകയും നിങ്ങൾക്ക് ഓവർ ഈറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരികയും ചെയ്യും. നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മീൽ കഴിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് സ്നാക്ക് കഴിക്കുന്നത് ഒരു തെറ്റായ കാര്യമല്ല. പക്ഷെ ആ സ്നാക്ക് എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ഓപ്ഷൻ ആയിരിക്കുക. ഒരു 2 സ്നാക്ക് അതൊക്കെ മതി നമുക്ക് ഒരു ദിവസം. ഒരു 2 സ്നാക്ക് 3 മീല്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്നാക്ക് 3 മീല്, അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ കഴിക്കുക. സ്നാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ സ്നാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന മധുര പലഹാരങ്ങളോ എണ്ണ പലഹാരങ്ങളോ ഒന്നുമല്ല. വീട്ടിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്ക് ആക്കി അതിനെ കൺവേർട്ട് ചെയ്യുക. പിന്നത്തേത് ഫുഡ് മെഷർ ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. മെഷറിംഗ് സ്പൂൺ അല്ലെങ്കിൽ ചെറിയ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ടീസ്പൂൺ എന്താണെന്നുള്ളത്, ടേബിൾ സ്പൂൺ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു വലിയ പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് മാത്രം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചേ കഴിക്കുന്നുള്ളൂ എന്ന് നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു തോന്നൽ ഉണ്ടാവുകയും നിങ്ങൾക്ക് പിന്നെയും കഴിക്കാൻ തോന്നുകയും ചെയ്യാം. അപ്പൊ നിങ്ങളൊരു ചെറിയ പ്ലേറ്റിൽ ബാലൻസ്ഡ് ആയിട്ട് പ്രോട്ടീനും കാർബ്സും വെജിറ്റബിൾസും ഒക്കെ ബാലൻസ്ഡ് പോർഷൻസ് എടുത്തിട്ട് വളരെ സാവകാശം ചവച്ചരച്ച് സമയമെടുത്ത് ഒരു 20 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ എടുക്കുക കഴിക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്യുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. കാരണം നമ്മൾ വളരെ പെട്ടെന്ന് കഴിക്കുമ്പോൾ ബ്രെയിൻ അവിടെ എന്താണ് നടന്നതെന്നുള്ളത് തിരിച്ചറിയാനായിട്ട് സമയം എടുക്കും. അപ്പം ഇങ്ങനെ വളരെ സമയം എടുത്ത് ചവച്ചരച്ച് കഴിക്കുമ്പോൾ അത് വളരെ വലിയ വ്യത്യാസം ഉണ്ടാക്കും കേട്ടോ. അതെനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. എൻ്റെ വാപ്പയാണെങ്കിൽ കുഞ്ഞിൽ എപ്പോഴും പറയുമായിരുന്നു, പെട്ടെന്ന് കഴിച്ചിട്ട് പോയി, എന്തിനാ ഇതിങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് പറയും. അങ്ങനെ ആ ഒരു റൊട്ടീനാണ് എനിക്ക് എപ്പോഴും അറിയാന്നുള്ളത്. അപ്പൊ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകുന്ന ഒരാളാണ്. അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് കഴിച്ചിട്ട് പോകുമ്പോൾ വയറ് നിറയാത്തൊരു ഫീല് തോന്നും ചിലപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒന്ന് മിസ്സായതുപോലെ തോന്നും. അത് ശരിക്കും ബ്രെയിൻ അവിടെ പ്രോസസ്സ് ചെയ്യത്തില്ല. എന്താ നിങ്ങൾ കഴിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിലുള്ളത്, നിങ്ങൾ എന്ത് പരിപാടിയാണ് അവിടെ ചെയ്തതെന്നുള്ളത് ബ്രെയിന് മനസ്സിലാവത്തില്ല. പക്ഷെ ഞാനിപ്പോൾ ഈ അടുത്തിടെയായിട്ട് ഇങ്ങനെ ഒരുപാട് സമയം എടുത്ത് പതിയെ ഇങ്ങനെ ചവച്ചരച്ച് ഒരു 20 മിനിറ്റ്സ് എടുത്ത് തന്നെ കഴിക്കാൻ തുടങ്ങി. അതിൽ എനിക്ക് അപ്പം പിന്നെ നമുക്ക് കൂടുതലൊന്നും കഴിക്കാൻ തോന്നത്തില്ല. അവിടെ നമ്മൾ ആ ഫുഡ് അത്ര എൻജോയ് ചെയ്ത് കഴിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് വിശപ്പുണ്ട് അല്ലെങ്കിൽ കൂടുതൽ ഒരു നെക്സ്റ്റ് സെർവിങ്ങിലോട്ട് നമ്മൾ പോവത്തില്ല. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇത് വർക്കൗട്ട്സ് ആണ്. നമ്മളൊരു മാറ്റത്തിനായിട്ട് റെഡി ആവുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ട് മാത്രമുള്ള കാര്യങ്ങളെ സെറ്റ് ചെയ്യാവുള്ളൂ. ഇപ്പോൾ ജിമ്മിൽ ചെയ്യുന്നത് പോലത്തെ വലിയ വെയിറ്റ് ലിഫ്റ്റിങ്ങും അല്ലെങ്കിൽ വേറെ വലിയ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ വീട്ടിലെ ഒരു ഹോം സെറ്റപ്പിൽ നിന്ന് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത്രയൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. ഇപ്പോൾ ഹോം വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ ഒരു ചേഞ്ചസ് വരാനായിട്ട് ടൈം എടുക്കും. ഇപ്പം വീട്ടിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ റെസിസ്റ്റൻസ് ബാൻഡ്സും അല്ലെങ്കിൽ വീട്ടിലെ കൗച്ചും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും വർക്കൗട്ട്സിന്റെ എക്യുപ്മെന്റ്സ് ആയിട്ട്. ഇനി ഡംബൽസ് വാങ്ങാം. അങ്ങനെ ഡംബൽസ് ഒക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചും കൂടി ഒരു വെയിറ്റ് ലിഫ്റ്റിങ്ങും കൂടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാറ്റം കുറച്ചും കൂടി എളുപ്പത്തിൽ നടക്കും. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഒരേപോലത്തെ വർക്കൗട്ട് എന്നും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു മടുപ്പ് തോന്നും. അതുകൊണ്ട് തന്നെ പല പല രീതിയിലുള്ള വർക്കൗട്ട്സ് മിക്സ് ചെയ്ത് നിങ്ങൾ എന്നും ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു ബോഡി പാർട്സിനെ മാത്രം ഫോക്കസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ നോക്കുവാണ്. അങ്ങനെ വരുമ്പം നിങ്ങൾ അതും പെട്ടെന്ന് അതുമായിട്ട് യൂസ്ഡ് ആവുകയും നിങ്ങളുടെ ബോഡി പിന്നെ അങ്ങോട്ട് വലിയ ചേഞ്ച് ഒന്നും പെട്ടെന്ന് കാണാതിരിക്കുകയും ചെയ്യത്തില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ ബോഡി വർക്കൗട്ട് ഫോക്കസ് ചെയ്യുക. ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ പോർഷന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ഒരു 1-2 മിനിറ്റ് കൂടുതൽ ചെലവാക്കുക. അപ്പൊ വർക്കൗട്ടിനായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്നും നിങ്ങൾ കണ്ടെത്തുന്ന സമയം ഭയങ്കര നല്ല വൈസായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതൊരു 20 മിനിറ്റ്സ് ആയിക്കോട്ടെ 30 മിനിറ്റ്സ് ആയിക്കോട്ടെ, നിങ്ങൾ ഫുൾ ബോഡിയിലേക്കും ഉള്ള വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ വെറൈറ്റീസ് കൊണ്ടുവരിക. സൂംബ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് യോഗ, മെഡിറ്റേഷൻ ഒക്കെ ഇതിനെ ഇടയ്ക്ക് വെച്ചിട്ട് മിങ്കിൾ ചെയ്ത് അങ്ങനെ കുറെ ഡാൻസിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. വെയിറ്റ് ലിഫ്റ്റിംഗ്, വാൾ എക്സസൈസസ്, അങ്ങനെയൊക്കെ പല പല രീതിയിലുള്ള വെറൈറ്റീസ് ഓഫ് എക്സസൈസ് ചെയ്യുക. ഇനി സ്കിന്നിന്റെ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സ്കിന്നിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും പുതിയ പ്രോഡക്റ്റ് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ ബോഡിയിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ചേഞ്ച് വരും എന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. അല്ലെങ്കിൽ
ഇപ്പോൾ നിങ്ങളൊരു പ്രോഡക്റ്റ് ഇട്ട് കഴിയാണ്, ഒരു സെറം ഇടുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന്റെ നീഡ് എന്താണ്, നിങ്ങളുടെ സ്കിന്നിന്റെ ടൈപ്പ് എന്താണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. അതിപ്പോൾ എത്ര പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്താലും സ്കിന്നിന് ചേരുന്നതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എത്ര ഹൈ എൻഡ് ആണോ ലോ എൻഡ് ആണോ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുള്ളതല്ല, അത് എത്ര കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇനീഷ്യലി നിങ്ങൾക്ക് ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്ത് വരുമ്പോൾ സ്കിന്നിന് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം പെട്ടെന്ന് തന്നെ കവിളെല്ലാം ഉണങ്ങുക, പിന്നെ നിങ്ങളുടെ ഫേസ് കുറച്ച് ഡിഫൈൻ ആയി വരും. അതായത് ഇപ്പോൾ ഡബിൾ ചിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി ഈ ചീക്ക് ബോണിന്റെ ഇവിടെ നമുക്ക് നന്നായിട്ട് കുറച്ചുകൂടി ഇങ്ങനെ എലവേറ്റ് ആവുന്നത് കാണാൻ പറ്റും, ഡിഫൈൻ ആയി വരും ഫേസ്. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്ന ഒരു കമന്റ് ആണ്, അയ്യോ മുഖം ഭയങ്കരമായിട്ട് ഒട്ടിപ്പോയി, ഇത് കൊള്ളത്തില്ല എന്നൊക്കെ കേൾക്കുന്നത് കാണാം. പക്ഷെ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങളെ സ്റ്റൈൽ ചെയ്യും കൂടി ചെയ്താൽ, അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ഹെയർ സ്റ്റൈലും അതുപോലെ നിങ്ങളുടെ ഒരു ഫേസിലെ മേക്കപ്പും ഒക്കെ മാറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്യൂട്ടായി തോന്നും. കാരണം നിങ്ങളുടെ ബോഡിയും ഒപ്പം ചേഞ്ച് ചെയ്യുവാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾ പഴയ രീതിയിൽ ഇപ്പൊ വണ്ണം ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ തുടർന്ന് വന്ന ആ ഒരു സ്റ്റൈലും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് സ്യൂട്ടായിരുന്നിരിക്കത്തില്ല. ഇപ്പൊ നിങ്ങൾ ഓവർ വെയിറ്റ് ആയിരുന്ന ടൈമിൽ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ക്ലോത്ത്സും അതുപോലെ നിങ്ങളുടെ ആ ഒരു ഹെയർ സ്റ്റൈലും ഒക്കെ നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞ് പുതിയതായിട്ട് ട്രാൻസ്ഫോം ആയി നിങ്ങൾക്ക് ചേരണം എന്നില്ല. ആ സമയത്ത് നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, ആക്സസറീസിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക. ഇപ്പൊ കുറച്ച് വലിയ ആക്സസറീസ് ഒക്കെ ഇടുവാണെങ്കിൽ മുഖമൊക്കെ ഒന്ന് എന്താ ചെറുതായിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വലിയ ആക്സസറീസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഹെയറിന്റെ ലെങ്തിൽ വേരിയേഷൻ വരുത്തുമ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ സ്യൂട്ട് ആവാറുണ്ട്. അതുപോലെ എന്താണ് ഡ്രസ്സിന്റെ പാറ്റേൺ, അതുപോലെ എന്താണ് ആ ഒരു പല രീതിയിൽ ഇപ്പൊ ഒരു നെക്കിന് തന്നെ ഇപ്പൊ നമ്മൾ എന്താ വ്യത്യാസം വരുത്തുവാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഡ്രസ്സിന് വളരെയധികം നിങ്ങൾ എലിവേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആ ഒരു ബോഡി പാറ്റേൺ എന്ന് പറയുന്നതിനെ എലിവേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള ചേഞ്ചസ് ഒക്കെ നിങ്ങൾ കൊണ്ടുവന്നാൽ തന്നെ നിങ്ങളുടെ പുതിയ ആ ഒരു മാറ്റത്തിനെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നാലാമത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ്, ക്രേവിങ്സ്, ഡീമോട്ടിവേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ നേരിടാം? ഏറ്റവും ആദ്യം നിങ്ങൾ വെള്ളം കുടിക്കുക നന്നായിട്ട്. പലപ്പോഴും നിങ്ങളുടെ ദാഹത്തിനെയാണ് നിങ്ങൾ വിശപ്പെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കുന്നത്. കാരണം നമ്മൾ ആവശ്യത്തിനധികം വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഓരോ തവണ നമ്മുടെ ബോഡി നമുക്ക് ഇൻഡിക്കേഷൻ തരുമ്പോഴും നമ്മൾ പോയി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ശരിക്കും നിങ്ങൾ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആഹാരം കഴിച്ചു നോക്കൂ. വെള്ളം കുടിച്ച് കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഈ ക്രേവിങ്സും പല കാര്യങ്ങളും വെള്ളത്തിന്റെ കൂട്ടത്തിൽ അത് പൊക്കോളും. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഈ വെള്ളം കുടിച്ചിട്ടും പോകുന്നില്ല എന്നുള്ള വിശപ്പാണെങ്കിൽ മാത്രം നിങ്ങൾ വിചാരിക്കുക, ഓക്കെ ഇത് എൻ്റെ ബ്രെയിനിന്റെ വിശപ്പല്ല, ശരിക്കും ബോഡിയുടെ വിശപ്പാണ്. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ബോഡീനെ നറിഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഒരു ചെറിയൊരു പഴം കഴിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിൾ കഴിക്കുകയോ അല്ലെങ്കിൽ മീലിന്റെ ടൈം ആയെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ബാലൻസ്ഡ് മീൽ കഴിക്കുകയോ ഒക്കെ ചെയ്യും. രണ്ടാമത്തെ കാര്യം ഫുഡിൽ നന്നായിട്ട് ഫൈബർ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. നാരടങ്ങിയ പച്ചക്കറികളും പഴങ്ങളും ഇലവർഗ്ഗങ്ങളും ഒക്കെ നിങ്ങൾ പലപ്പോഴും ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിനേക്കാളും ഒരു ഹോൾ ഫ്രൂട്ടായിട്ട് കഴിക്കുക. ഞാൻ വേറെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ മൊത്തത്തിലായിട്ട് പഴങ്ങൾ അതുപോലെ തന്നെ കഴിക്കുന്നതും അതുപോലെ നാരടങ്ങിയ ഇലവർഗ്ഗങ്ങളും ഒക്കെ കഴിക്കുന്നത് നമ്മുടെ ബോഡീന്റെ ആ ഒരു ഫൈബർ ഫങ്ഷൻസിന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇപ്പൊ നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ചോറ് കഴിക്കുകയാണെന്ന് വെച്ചോ, ഇപ്പൊ നിങ്ങൾ ചോറ് കഴിക്കുമ്പോൾ അതിനകത്തുള്ള ആ വെജിറ്റബിൾ പോർഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അത് ആ പോർഷൻസ് ഫസ്റ്റ് കഴിക്കുക. അതിനകത്താണ് ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പച്ചക്കറികളും അതുപോലെ സാലഡ്സിനകത്തൊക്കെ നന്നായിട്ട് ഫൈബർ റിച്ച് ആണ്. അപ്പൊ അത് ആദ്യം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിശപ്പ് നന്നായിട്ട് അവിടെ അടങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ബാക്കി ഈ പ്രോട്ടീനും കാർബ്സും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വിശക്കത്തില്ല. നിങ്ങൾ രണ്ടാമത്തെ സെർവിങ്ങിനായിട്ട് പിന്നെ നിങ്ങൾ പോവത്തില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ വളരെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് റെസ്ട്രിക്റ്റീവ് ഡയറ്റും ക്രാഷ് ഡയറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരുപാട് ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ ബോഡി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കുകയും നിങ്ങൾ ഒരുപാട് കഴിക്കാൻ വേണ്ടി നോക്കുകയും ചെയ്യുക. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാജുവലി കുറയുന്ന രീതിയിൽ ഇപ്പോൾ ഒരു മാസം ഒരു 2 കിലോ അങ്ങനെ അത് മാക്സിമം അങ്ങനെയൊക്കെ കുറയുന്ന രീതിയിൽ നിങ്ങൾ ചേഞ്ചസ് വരുത്താൻ വേണ്ടി നോക്കുക. നമുക്ക് വേണ്ടത് ലൈഫ് ലോങ് നമുക്ക് നിൽക്കുന്ന മാറ്റങ്ങളാണല്ലേ. വളരെ പെട്ടെന്ന് വന്നിട്ട് പിന്നെയും നമ്മൾ തിരിച്ചു പോയിട്ട് വലിയ യൂസ് ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇത് തന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലേ. നമ്മൾ
എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ നിന്ന് പിന്നേക്ക് തിരിച്ചു പോവാതിരിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ വരുന്ന ചാലഞ്ചസിനെ ഇങ്ങനെ നല്ല ധൈര്യത്തോടു കൂടി തന്നെ നേരിടുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വരുന്ന ചാലഞ്ചസിനെ വളരെ കോൺഫിഡൻസോടു കൂടി തന്നെ നേരിടുക. കീപ് മോട്ടിവേറ്റഡ് ത്രൂ ഔട്ട്. ഇനി ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇങ്ങനെ പെട്ടെന്ന് വെയിറ്റ് ലോസ് അച്ചീവ് ചെയ്യാനും സ്കിന്നിന് മാറ്റം വരാനും എനർജി കൂട്ടാനും അതുപോലെ നമുക്ക് നല്ല കോൺഫിഡൻസ് തോന്നാനും ഒക്കെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ടെന്ന്. അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. നമ്മൾ എന്ത് ചെയ്താലും ആ ഒരു കാര്യത്തിന്റെ കൺസിസ്റ്റൻസി നിങ്ങൾ ത്രൂ ഔട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഷുഗർ ആണ്. ഇപ്പോൾ നിങ്ങളുടെ ആഹാരത്തിൽ നിന്ന് ഷുഗർ അവോയ്ഡ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ വളരെ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. കാരണം വളരെ പെട്ടെന്ന് അത് വെയിറ്റ് ലോസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സ്കിന്നിനെ പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കും. സ്കിന്നിന്റെ ആ ഒരു ഏജ്ഡ് ആയ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഏജ്ഡ് സെൻസേഷൻ മാറ്റി സ്കിന്നിനെ ഭയങ്കരമായിട്ട് അത് ഈവൻ ആക്കുകയും യങ് ആക്കുകയും ചെയ്യും. സ്കിന്നിന്റെ ടോണൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആവും ഷുഗർ കട്ട് ഡൗൺ ചെയ്താൽ തന്നെ. പിന്നെ നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു വല്ലാത്തൊരു ചടപ്പ്, അങ്ങനത്തെ ഒരു മന്ദത, അങ്ങനത്തെ ഒരു കാര്യമില്ല. അത് ഈ ഷുഗർ കട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് അത് വ്യത്യാസം വരും കേട്ടോ. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യമാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് ഷുഗറിന്റെ ഭയങ്കര ക്രേവിങ് വരാറുണ്ട്. അപ്പൊ അങ്ങനത്തെ സമയങ്ങളിൽ ഞാൻ എപ്പോഴേലും ഒന്ന് വഴി തെറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചറിയാൻ പറ്റുന്നത് എൻ്റെ ബോഡി പെട്ടെന്ന് വീക്കാവും. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു റൊട്ടീനിൽ നിന്ന് ഭയങ്കരമായിട്ട് എനിക്ക് മാറാനുള്ളൊരു ടെൻഡൻസി തോന്നാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താ ഷുഗർ ഇങ്ങനെ മാക്സിമം അവോയ്ഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത്തരം ചിന്തകളൊക്കെ മാറിയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് അത് സെൽഫ് കോൺഫിഡൻസ് തരികയും മോട്ടിവേറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോയ്ക്ക് കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.